ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്കുണ്ടായ വേദന അറിയോ? സർക്കാർ സാധനം കരയോഗം പിന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു സംഘടനയാണോ? പിള്ളേരെ വെച്ചിട്ട് ക്യാമ്പ് എല്ലാ കൊല്ലം സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ചെറിയ പിള്ളേർ വന്നിട്ട് ക്യാമ്പ് നമ്മളൊക്കെ അന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് സിനിമ ക്യാമറ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളെ പിള്ളേരുണ്ടാവും. നമുക്കിത് പിള്ളേരെ അല്ലല്ല, ഇനി ഒരു തർക്കവും ഇല്ല ഇതിനകത്ത്. തർക്കമില്ല, ഇവരും പോകുന്നു, ഞാനും പോകുന്നു. പള്ളിക്കത്തോട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ കഴിഞ്ഞ ദിവസം NSS കരയോഗം പാമ്പാടി ബാലസമാജം കുട്ടികൾ പോവുകയുണ്ടായി. ആ കുട്ടികൾക്കും അവർക്കിടയിലേക്ക് പോയ രക്ഷിതാക്കൾക്കും എന്താണ് അന്ന് സംഭവിച്ചത്, അവർ നേരിട്ട ദുരനുഭവം എന്താണ്, നമുക്ക് ആ വിഷയത്തിൻ്റെ സത്യാവസ്ഥ ഇവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ പാമ്പാടി 215 എന്ന് പറയുന്ന NSS കരയോഗത്തിൻ്റെ ബാലസമാജം കുട്ടികളുമായിട്ട് അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി പോയതാണ്. സാറിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അത് പബ്ലിക്കിനെ അനുവദിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുൻകൂർ അനുമതി മേടിച്ചിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടുകയും ചെയ്തു. ആ പെർമിഷൻ മേടിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുകയും ഞങ്ങൾ ആദ്യം ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു. ആദ്യം ഒരു ക്യാമറയെ കുറിച്ച് ഡെമോ ക്ലാസ് ആയിരുന്നു. അതിൽ പങ്കെടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ സണ്ണി ജോസഫ് സാറിൻ്റെ ക്ലാസ്സായിരുന്നു. അദ്ദേഹം വന്ന ക്ലാസ് എടുക്കാതിരുന്ന് ഞങ്ങളെല്ലാം തിയേറ്ററിൽ പ്രവേശിച്ചിരുന്നു. ഞങ്ങൾ 3-4 മുതിർന്നവരെ, ഞങ്ങൾ കരയോഗം ഭാരവാഹികളായിട്ടുള്ള 3-4 പേരുണ്ടായിരുന്നു. ബാക്കി 35 കുട്ടികളുമായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കയറിയിരുന്ന് ക്ലാസ് തുടങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തുനിന്ന് കുറച്ച് കുട്ടികൾ വന്ന് അവരെ ലുങ്കി എടുത്തിരുന്ന വേഷം, ലുങ്കി അല്ലെങ്കിൽ സിവിൽ വേഷത്തിലുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഈ ക്ലാസ് എടുക്കാൻ പാടില്ല എന്ന് പറയുകയും, അതായത് അവർ പറയുന്ന കാരണം NSS പോലൊരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം പുരോഗമന പ്രസ്ഥാനങ്ങൾ നിലയ്ക്ക് സമുദായങ്ങളെ ഒരു പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ആരും ഇവിടെ വരാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അതാണ് അവർ പറഞ്ഞ കാരണം. അതുകൊണ്ട് ക്ലാസ് തടസ്സപ്പെടുത്തി ഞങ്ങൾ അവസാനം പുറത്ത് പോവുകയും ചെയ്തു. ഞങ്ങൾ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞങ്ങൾ ഈ കമ്മിറ്റി അംഗങ്ങളായിട്ട് ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തുടരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതിൻ്റെ ആവശ്യമായിരുന്നു ഞങ്ങൾ പുറത്ത് പോകുന്നത്. കാരണം ഞങ്ങൾ ഉൾപ്പെടെ പെർമിഷൻ മേടിച്ചാൽ ഞങ്ങളുടെ ഉൾപ്പെടെ പേരെ കൊടുത്ത പെർമിഷൻ മേടിച്ചിരിക്കുന്നത്. അപ്പം അവിടെ അങ്ങനെ പുറത്ത് വരിക, ഇതാണ് ഉണ്ടായ സംഭവം. കുട്ടികളുടെ ആ സമയത്തെ പ്രതികരണം എന്തായിരുന്നു? കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങളില്ലാതെ ഇരിക്കുകയില്ല. കാരണം ഞങ്ങൾ ചെറിയ കുട്ടികൾ, എല്ലാവരും 10 വയസ്സ് 12 വയസ്സ് 15 വയസ്സുള്ള കുട്ടികൾ. അപ്പം ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങളെ ഒഴിവാക്കണേ, ഞങ്ങളെ ഇറക്കി വിടുന്ന സാഹചര്യത്തിൽ അവർ ഇരിക്കാൻ താല്പര്യപ്പെട്ടില്ല. അവരും ഇറങ്ങിപ്പോകുന്നു. ഇവിടെ നിങ്ങൾ ഭാരവാഹികൾ എന്ന നിലയിലേക്കാൾ നിങ്ങൾ അവരുടെ പേരൻ്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങളെ എല്ലാം കുട്ടികളുണ്ടായിരുന്നു. കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ 4 പേരും കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ 2 പിള്ളേരുണ്ട്, ഇദ്ദേഹത്തിന് 2 പിള്ളേരുണ്ട്, ഇവർ 2 പേരും ഓരോ കുട്ടികളുണ്ടായിരുന്നു. അതിൻ്റെ ക്ലാസ് തുടങ്ങിയ സമയത്ത് അവർ പെട്ടെന്ന് അവിടെ കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേർ പാനിക്കായി. ഈ ഒരു സാധനം ഒരു ലഘുലേഖ പോലെ ഒരു സംഭവം ഇത് കൊണ്ടേ കൊടുത്തു. സമുദായത്തിൻ്റെ പേരിലല്ല വരേണ്ടത്, നിങ്ങൾ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് ഒരു സംഭവം കൊണ്ടേ കാണിച്ചിരുന്നു. അപ്പം അങ്ങനെ കൊടുത്ത് ഇവരിങ്ങനെ ഇതാണ് കുട്ടികളുടെ കൊടുത്തത്. ഈ നോട്ട് കുട്ടികളുടെ കൊടുത്തിട്ട് ഓരോ കുട്ടികളുടെ ഓരോ സ്ലിപ്പ് കൊടുത്തിട്ട് നിങ്ങൾ മാത്രം ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർ പുറത്ത് പോകണം എന്നാണ് അവർ പറയുന്നത്. 10 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരമുഖത്തിൽ നിൽക്കുന്ന പോലെ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ സണ്ണി ജോസഫ് സാർ വളരെ മാന്യമായ രീതിയിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. കാരണം അദ്ദേഹം നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം അദ്ദേഹം ഡയറക്ടറായിട്ട് അനുമതി തരുന്ന ഒരു സ്ഥാപനത്തിൽ ഈ സ്റ്റുഡൻസ് യൂണിയൻ്റെ അല്ലെ കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അത് നിസ്സഹായാവസ്ഥ ഉണ്ടായി. അദ്ദേഹം നമ്മളോട് ക്ഷമ ചോദിച്ചു. ഈ കുട്ടികളുടെ ക്ലാസ് തടസ്സപ്പെടുത്തിയിൽ ക്ഷമ ചോദിച്ചു. അത് തന്നെ എല്ലാ ക്യാമ്പസിനും കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവിടെ പല രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളുണ്ടെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും ശൈലിയിൽ നിന്നും അറിയാം. തീർച്ചയായിട്ടും സർക്കാർ ഇടപെട്ട് ആ ക്യാമ്പസ് റെയ്ഡ് ചെയ്ത് അതിൻ്റെ എക്സൈസ് വകുപ്പ് ഇടപെട്ട് ആ ക്യാമ്പസിൽ നല്ല പരിശോധന തന്നെ നടത്തണം. കാരണം അത് അവിടുത്തെ പ്രദേശത്തുള്ള സമീപത്ത് താമസിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് ഇവരെ കൊണ്ട് വളരെ വലിയ ശല്യമായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കാൻ മേലാത്തൊരവസ്ഥ എന്നാൽ എനിക്ക് തോന്നുന്നു. ഇവരുടെ ഒരു അനുവാദം കൂടെ വേണം, ഇവരെ ഭയപ്പെട്ട് വേണം ജീവിക്കാൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിലൊക്കെ കണ്ടു, കൊണ്ടുപോകുന്നവരെ പോലും പഴിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ ഈ രീതിയിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ട് എത്തിക്കുന്നത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോഴത്തെ ഫാക്കൽറ്റീസൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്.
നാട്ടുകാർക്കും ഭയമാണ്. നാട്ടുകാർക്ക് ഭയമൊന്നുമില്ല. നാട്ടുകാരത് ഏത് രീതിയിലേക്ക് നാട്ടുകാർക്ക് ഇടപെടുന്നതിന് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ, അതിന് നമുക്കൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ ഇടപെടാനൊക്കെ. അപ്പോൾ അത് ഏത് രീതി നാട്ടുകാർക്ക് ഇത് കുറച്ചൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം. അത് ഞങ്ങൾ അത്രയും നിലവാരമില്ലാത്തവരല്ല നാട്ടുകാരെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. ഞങ്ങൾ ഇവരുമായിട്ടൊക്കെ നമ്മുടെ പിള്ളേരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമീപനം അവർ തന്നെ മാറ്റിക്കളഞ്ഞാൽ അത് അവർക്ക് ഭാവിയിൽ ദൂഷ്യം ചെയ്യും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും നമുക്കങ്ങനെ അറിയത്തില്ല ഏത് കൗൺസിലാണ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ കാണുമ്പോൾ അവിടെ കാണുന്നത് ഒരു SFI സംഘടനയുടെ ഒരു ബാനറാണ് നമ്മളെപ്പോഴും കാണുന്നത്. അവിടെ കുറച്ച് എഴുതിയേക്കുന്നതിനകത്ത് അങ്ങനെ അവിടെ ഒരു പ്രത്യേകമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ആളുകളിലേക്ക് എത്തുന്നത് ഇങ്ങനെയുള്ള സംഘടനയുടെ പേരായിരിക്കുമല്ലോ. അപ്പോൾ അവിടെ എന്താണ് സ്റ്റുഡൻസ് കൗൺസിലാണോ ഏത് രീതിയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഇതുവരെ ധാരണയില്ല. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ കുറിപ്പിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. രണ്ട് രീതിയിലും സ്റ്റുഡൻസ് കൗൺസിലിൻ്റെ രീതിയിലും എഴുതിയിട്ടുണ്ട്, SFIയുടെ അവിടുത്തെ ഒരു സംഘടനാ രീതിയിൽ അവരവരുടെ വിശദീകരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരയോഗത്തിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങളിത് അവിടെ ഞങ്ങൾക്ക് പെർമിഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് അവർ ഞങ്ങൾക്ക് ലെറ്ററിനകത്ത് അവർ പ്രത്യേകം പറയുന്ന 16-ാം തീയതി കരയോഗത്തിലെ പിള്ളേരെ ക്ഷണിക്കുന്നു എന്നും പറഞ്ഞാണ് അവർ കത്ത് തന്നിരിക്കുന്നത്. അത് പക്ഷേ നേരത്തെ ഒരു നിർദ്ദേശം തരികയാണ് കരയോഗത്തിൻ്റെ ഭാരവാഹികൾക്ക് പങ്കെടുക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ ഞങ്ങളതിനെപ്പറ്റി പുനർവിചിന്തനം നടത്തിയേനെ. പക്ഷേ ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ കരയോഗത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ കൊടുത്തത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നത് ഇതുപോലെ സമുദായ സംഘടനയുടെ പേരിൽ ഇവിടെ പെർമിഷൻ തരികയില്ല, അനുവദിക്കുകയില്ല എന്നുള്ളത്. ഡയറക്ടേഴ്സിനും മറ്റുള്ളവർക്കും പരാതിയില്ല, ഈ കുട്ടികൾക്ക് പരാതി. ശരിക്കും NS പോലെ വ്യവസായപരമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ, അതൊരു പാകിസ്ഥാൻ സംഘടനയൊന്നുമല്ലോ, ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന നാട്ടുകാരുടെ സംഘടനയല്ലേ. അപ്പോൾ അതിനെ ഇങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞങ്ങളുടെ പ്രതിഷേധിക്കുന്ന കാര്യം. NSSന് പ്രതിഷേധം വരുന്ന കാര്യം ഈ ഒരു സംഘടന തുടങ്ങാനുള്ള സ്കൂളുകൾ സ്ഥാപനങ്ങൾ തുടങ്ങാനൊക്കെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള സമുദായ സംഘടനകളൊക്കെ ആയിരിക്കും. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തേക്കുന്ന അവിടുത്തെ തെക്കുന്നില കരയോഗത്തിൻ്റെ സ്ഥലമാണ്. ഓരോ സംഘടനകൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ കയറ്റുവാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോഴും ഏത് മതസംഘടന ആയിക്കോട്ടെ, ഏത് സംവിധാനം ആയിക്കോട്ടെ, അവിടെ ഒരു ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്താൻ തയ്യാറാകാതെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുവാനും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്രദർശനങ്ങൾ നടത്തുവാനുമുള്ള സംവിധാനം അവിടെ ഉണ്ടാകണം. ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ്റെ ആ ഒരു യൂണിയൻ പറയുന്നത് കേട്ട് മാത്രം അവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആളുകൾ പറഞ്ഞാൽ മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഉള്ള രീതി മാറണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം മുഴുവൻ കുട്ടികൾക്കും കുറിപ്പ് കൊടുത്തു, ഒരു ലഘുലേഖ പോലെ സാധനം അടിച്ചു കൊടുത്തിട്ടാണ് ഇത് സംസാരിച്ചത്. അപ്പം വന്നപ്പോൾ ആദ്യം ഇത് കൊടുത്തിട്ടാണ് അവർ സംസാരിച്ച് തുടങ്ങിയത് തന്നെ. നേരത്തെ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ വരും എന്നുള്ള കാര്യം നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നോട്ടീസ് ബോർഡിൽ ഇട്ടപ്പോൾ തന്നെ അവർ കുറിപ്പ് പ്രിപ്പയർ ചെയ്തു. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആ സമയത്ത് പ്രിന്റ് ചെയ്തല്ലേ, എഴുതിയല്ലേ, പ്രിന്റ് ചെയ്ത കുറിപ്പല്ലേ, അന്നേരം അത് നേരത്തെ തയ്യാറാക്കിക്കൊണ്ട് വന്ന ഉടനെ കുട്ടികൾക്കെല്ലാം കൊടുത്തു. അതിനുശേഷമാണ് ഈ സംസാരിക്കുന്നത്. അന്നേരം ഡയറക്ടർ പറയുന്നത് നിങ്ങൾ പുറത്ത് പോകും, നമുക്ക് സംസാരിക്കാം. അവർക്ക് ആ വിഷയം വേണേൽ സോൾവ് ചെയ്യാൻ അവർ തൽക്കാലം അനുവദിച്ചത്. ഇത്രയും വന്നവർ വന്നു, ഇനിയിപ്പം മേലാൽ അനുവദിക്കണമെങ്കിൽ പറഞ്ഞാൽ ആ വിഷയം തീർന്നു പോയത്. അവർ ഒരു കാരണവശാലും ഞങ്ങൾ അവിടെ ഇരുത്ത് അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വിഷയത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ആ വിഷയം തീർന്നു പോയത്. നമുക്ക് ആരെ അവിടെ സസ്പെൻഡ് ചെയ്യണമെന്നോ അവിടെ യാതൊരു രീതിയിലുള്ള ഒരു മുന്നറിയിപ്പോടെ അല്ല നമ്മൾ പോയത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കുണ്ടായ വിഷമത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇനി ആൾക്കും ഇതുണ്ടാകാതെ എല്ലാവർക്കും അവിടെ ആർക്ക് വന്നാലും അവർക്കൊരു പ്രദർശനം, ഒരു പൊതുസ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രശ്നമാണ് നടന്നത്. ക്യാമറ പേഴ്സൺ അശ്വിനോടൊപ്പം ജോസ്, ബ്രൈവ് ഇന്ത്യ ന്യൂസ്.